ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവമംഗലത്ത് പോലീസ് വന്നിട്ടുണ്ട്. ഗോമതി ആകെ ടെൻഷൻ ആവുകയാണ്. ഗോമതിയോട് വന്ന വനിതാ പോലീസ് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. നിങ്ങളുടെ മൂത്ത മകളായ ദേവി എന്തിയെ? അത് ഇവിടെ ഇല്ല. അതാ ഞാൻ ചോദിച്ചത്, എവിടെയാണ്? അല്ല, അത് അവളുടെ വീട്ടിലേക്ക് തന്നെ പോയത്. എന്താ കാര്യം? അല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്? അത് ദേവി തന്നെ പോയതാണോ? അല്ല, ഞാൻ തന്നെ അവളെ പോവാനായിട്ട് പറഞ്ഞു വിട്ടത്. പക്ഷേ അവിടുന്ന് എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആ കുട്ടി അവിടുന്ന് പീഡിപ്പിച്ച് പറഞ്ഞു വിട്ടതാണെന്ന്. അങ്ങനെയല്ല, ഞങ്ങൾ ആ കുട്ടിയോട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ അവളെ സ്നേഹിക്കുന്നത്. അയ്യോ, ഇങ്ങനെയൊക്കെ പരാതി തന്നോ? അതെ, നിങ്ങൾ ഇവിടുന്ന് ദ്രോഹിച്ചെന്നും സമയത്തിന് ആഹാരം കൊടുക്കത്തില്ലെന്നും എല്ലാവരും കൂടെ ചേർന്ന് അവളെ അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് പരാതി വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇല്ല മാഡം, മിത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് മാഡം, അങ്ങനെയല്ല, ഞങ്ങളും ഈ വീട്ടിലെ മരുമക്കളാണ്. ഇത് മകളാണ്. ഓ, അത് ശരി. എന്താ കുട്ടിയുടെ പേര്? ഞാൻ മിത്ര എന്നാ. ഇത് മകളാ അനുമോള്. ഓ, എൻ്റെ അപ്പച്ചിയാണ് ഇത്. അപ്പച്ചി അങ്ങനെ ആരും ദ്രോഹിക്കുക എടുക്കുകയൊന്നും ചെയ്യില്ല. പിന്നെ ദേവിയെടുത്ത് ഞങ്ങൾ സ്വന്തം എടുത്തി പോലെ നോക്കുന്നത്. അപ്പം ഗോമതി പറയാം, അതേ സാറേ, ഞാൻ എൻ്റെ സ്വന്തം മോളെപ്പോലെ അവളെ സ്നേഹിച്ചത്. ചതിച്ചതും വഞ്ചിച്ചതും ഒക്കെ അവർ ഞങ്ങളോടാണ് കാണിച്ചത്. അല്ല, ഞങ്ങൾ അവരെ ഒന്നും ചെയ്തിട്ടില്ല. മതി മതി, കൂടുതൽ നല്ല വർത്തമാനമൊന്നും പറയണ്ട. ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടിയിട്ടുണ്ട്. എൻ്റെ ഈ അതിർത്തിയിൽ ഒരു പെൺകുട്ടി പോലും പീഡനത്തിന് ഇരയാവാൻ ഞാൻ സമ്മതിക്കത്തില്ല. അയ്യോ സാറേ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അവളെ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. അവളെ അങ്ങനെയാണ് ഞങ്ങൾ സ്നേഹിച്ചത്. അത് നിങ്ങളങ്ങനെ പറയും, പക്ഷേ എനിക്ക് അങ്ങനെയല്ല പരാതി കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ അവരെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെന്ന്. ഇവിടുന്ന് അവസാനം അടിച്ചിറക്കിയെന്ന് വരെ പരാതി വന്നിട്ടുണ്ടല്ലോ. സാർ, അങ്ങനെയൊന്നും അല്ല. എന്തായാലും നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. നിങ്ങൾ അങ്ങോട്ട് വന്നേക്കണം. വരൂ, നിങ്ങളെ കൊണ്ടുപോകാനാണ് വന്നത്. ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാനൊക്കെ ഉണ്ട് സ്റ്റേഷനിലേക്ക്. ഇല്ല, ഞാൻ ഒരിക്കലും വരില്ല. ഞാൻ എന്തിനാണ് വരുന്നത്? അല്ലെങ്കിൽ തന്നെ എന്നെ എന്തിനാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്? തെറ്റ് ചെയ്തത് അവരല്ലേ ശിക്ഷ അനുഭവിക്കേണ്ടത്, ഞങ്ങളല്ലല്ലോ. അതാരാ എന്താന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങളെ പഠിപ്പിക്കേണ്ട. ഇതേ സാറേ, ആരുടെയെങ്കിലും ഒരു കള്ളപ്പരാതി കിട്ടിയിട്ട് നിരപരാധികൾ ആയിട്ടുള്ളവർ ദ്രോഹിക്കല്ലേ? അതാണോ ഇവിടുത്തെ നിയമം? അതേ, വർത്തമാനമൊക്കെ നോക്കിയും കണ്ടും പറയണം ആരോടാ എന്താണെന്ന്. ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരല്ലേ, ഞങ്ങൾക്കറിയാം. ഇല്ല, ഞാൻ സത്യമാണ് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല അവളെ ഞങ്ങൾ നോക്കിയിട്ടുള്ളത്. അവളും അവളുടെ അമ്മയും അച്ഛനും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിച്ചത്. ഒരു കാര്യം ചെയ്യും, അവൾ വരട്ടെ. ഈ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അവൾ ഞങ്ങളെ മുഖത്തേക്ക് നേരിട്ട് പറയട്ടെ. അപ്പോൾ ഞാൻ വരാം സ്റ്റേഷനിലേക്ക്. ഓ, അത് ശരി. ഇപ്പോൾ വാദിയായിട്ടുള്ള ആൾ തന്നെ കൊണ്ട് ഇവിടെ വന്ന് പ്രതിയുടെ അടുത്ത് ചോദ്യം ചെയ്യിക്കണം അല്ലേ? അതാണോ നിങ്ങളുടെ ഇത്? നിങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഞങ്ങൾ കൊണ്ടുപോയി ചോദ്യം ചെയ്യാനാണ് വന്നത്. ഞങ്ങളുടെ കൂടെ സ്റ്റേഷനിലേക്ക് വന്നേ പറ്റുള്ളൂ. ഞാൻ വരണമെന്നല്ലേ നിങ്ങളോട് പറഞ്ഞത്. അവന് ഗോമതി ടെൻഷനായിട്ട് ഓടിപ്പോയി ഫോൺ എടുക്കാട്ടോ ബാലനെ വിളിക്കാനായിട്ട്. അപ്പം ബാലന ഉടനെ ഇവർ ഓടിപ്പോയി ഫോൺ പിടിച്ചു വാങ്ങിച്ചിട്ട് പറയാനുണ്ട്, ഫോണിലൊന്നും ആരെയും വിളിക്കാൻ പറ്റത്തില്ല. അല്ല, എൻ്റെ ബാലേട്ടനോടൊന്ന് പറയണം. നിങ്ങളെ ബാലഗോമതി സ്റ്റോറിലല്ലേ? അവരെയൊക്കെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് വേറെ ആൾ പോയിട്ടുണ്ട്. അവരവിടെ വരും. നിങ്ങൾക്കും അവിടെ വെച്ച് കാണാം. അയ്യോ, എന്തിനാണ് ഞങ്ങളെല്ലാവരും അറസ്റ്റ് ചെയ്യുന്നത്? മിത്ര പറയുന്നുണ്ട്, എന്താ മാഡം, ഞങ്ങൾ വന്നോളാം. പക്ഷേ അതെ, അതാണ് മര്യാദ. നിങ്ങൾക്ക് ഒരു പരാതി കിട്ടി എന്നും പറഞ്ഞ് നിങ്ങളെ കേസിൽ കൊടുക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ പരാതി അന്വേഷിക്കുക എന്നാണ്. അങ്ങനെ എല്ലാവരെയും നേരെ സ്റ്റേഷനിലേക്ക് വന്നേ പറ്റുള്ളൂ. അപ്പോൾ അപ്പച്ചി, നമുക്ക് പോവാം. എൻ്റെ മക്കളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതെ, ഓരോരുത്തരുടെ പേരിലും കേസുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്നേ പറ്റുള്ളൂ. അപ്പോൾ അനുമോൾ പറയാം, എൻ്റെ അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല മാഡം. അമ്മയ്ക്ക് നമ്മൾ ഏട്ടത്തിനെ അങ്ങനെ പൊന്നു പോലെ നോക്കിയത്. ഓ, അല്ലെങ്കിലും അമ്മായിയമ്മമാർ മരുമക്കളോടൊക്കെ ദ്രോഹം ചെയ്യും, അത് സാധാരണ. പിന്നെ ഈ സഹോദരിമാർ, കൊച്ചിൻ്റെ അമ്മയിലേ ഇത്, അമ്മയുടെ സൈഡല്ലേ നീ പറയുള്ളൂ. അമ്മയുടെ സൈഡ് നിന്നും കൊണ്ട് നീയും കൂടെ അവളെ ദ്രോഹിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ അവൾ നിൻ്റെ പേരും തന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് അവസാനം മിത്രയുടെ നിർബന്ധപ്രകാരം ഞങ്ങൾ വന്നോളാം, പോയേ പറ്റുള്ളൂ അപ്പച്ചി, നമുക്ക് പോവാം എന്നും പറഞ്ഞ് കേസ് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളും തെറ്റൊന്നും ചെയ്തിട്ടില്ല. ദേവി വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ നിൽപ്പാട്ടോ നമ്മളെ ഗോമതി. പക്ഷേ അവസാനം ഇവർക്ക് പോകേണ്ടി വരുന്നുണ്ട്. അങ്ങനെ നേരെ സ്റ്റേഷനിലേക്ക് ഇവരെ കൊണ്ടുപോവാണ്. ആ സമയത്ത് നമ്മുടെ ദേവമംഗലത്തല്ല, നമ്മൾ ഗോമതി സ്റ്റോറിൽ ചെന്നിട്ടുണ്ട് പോലീസ്. അവിടെ കച്ചവടമൊക്കെ ഇത്തിരി കുറഞ്ഞ് വരുന്നുണ്ട്. എന്നാലും ചില ആളുകളൊക്കെ തിരിച്ചു പോയവരും വരുന്നുണ്ട്. അന്നേരം ഒരു കസ്റ്റമർ വന്ന് പറയുന്നുണ്ട്, അതേ ബാലേട്ടാ, അപ്പുറത്തെ ഇന്ദിരാ സ്റ്റോറിൽ അവർ കുറേ ഓഫറൊക്കെ വെക്കുന്നുണ്ട്. ഓണമൊക്കെ വരുമല്ലേ, നിങ്ങളും അതുപോലെ എന്തെങ്കിലും ഓഫർ വയ്ക്കുക. അപ്പോൾ കുറച്ച് കൂടുതൽ ആൾ കയറും, അവർ ഒന്നിനൊന്ന് ഫ്രീ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് അവിടെ ആളെ കയറ്റുന്നത്. അയാൾ പോയി കഴിയുമ്പോഴത്തേക്കും ആനന്ദ് പറഞ്ഞിടച്ചാ, ആ പറഞ്ഞത് ശരിയാണ്, നമുക്കും എന്തെങ്കിലുമൊക്കെ ഓഫർ വെച്ചാലോ?
എടാ ഒന്നിനൊന്ന് ഫ്രീ കൊടുത്തും അങ്ങനെയൊക്കെ മണ്ടത്തരം കാണിച്ചും ഉടായ്പ് കാണിച്ചൊന്നും ജീവിച്ചെനിക്ക് ശീലമില്ല. സത്യസന്ധമായിട്ട് ഉള്ളതുപോലെ അങ്ങ് പോയാൽ മതി. ഇനി നിങ്ങൾക്കെങ്ങനെ ആവണമെങ്കിൽ എൻ്റെ കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ വേണോ ചെയ്തോന്ന്. രാമേട്ടൻ അത് വിഷമാവോ? എന്താ ബാല, വേണ്ടെങ്കിൽ വേണ്ട, അത്രയല്ലേ ഉള്ളൂ. അതിന് നീ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അല്ലെങ്കിലും ദേവിയുടെ പ്രശ്നത്തിന് ശേഷം നിൻ്റെ മുഖം നേരെ തെളിഞ്ഞിട്ടില്ല. നീ എപ്പോഴും വിഷമത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചില കാര്യങ്ങൾ നീ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് നല്ല വിഷമം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ബാലിനെ ഉപദേശിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പോലീസുകാർ ഇങ്ങോട്ട് വരുന്ന കേട്ടോ. ഇവിടെ വന്ന് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, ഇതല്ലേ ബാലൻ, ഇതാരാ, ഇതെൻ്റെ മകനാണ്, ആനന്ദാണ്. ഓ, എല്ലാവരും കൂടെ ചേർന്നാണല്ലേ എല്ലാം ചെയ്തത്. അയ്യോ എന്ത് പറ്റി സാർ, ഞങ്ങൾ എന്ത് ചെയ്തു എന്നാ? അയ്യോ ഒന്നും അറിഞ്ഞൂടല്ലേ, ഭാര്യയെ വീട്ടിലിട്ട് എല്ലാവരും കൂടെ ചേർന്ന് പീഡിപ്പിച്ചു, എന്നിട്ട് ഇപ്പം അടിച്ചിറക്കി വിടുകയും ചെയ്തു, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നു. അയ്യോ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയി പറയാം, കയറിക്കോ വണ്ടിയിൽ. ഇല്ല സാറേ, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ആനന്ദും ബാലനും കൂടെ പറയാണ്, ഇല്ല ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാണ് ഞങ്ങളോട് ചെയ്തത്, അല്ല ഞങ്ങളാരും ഒരു തെറ്റും ആരോടും ചെയ്തിട്ടില്ല. ഞങ്ങൾ മോളെപ്പോലെ തന്നെയാണ് അവളെ ഞങ്ങൾ നോക്കിയതും എല്ലാം. അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു എങ്ങനെയാണെന്ന്. അതൊക്കെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നിങ്ങളെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടല്ലോ, എന്തോ ആകാശമോ ആര്യനോ, അതൊക്കെ എവിടെ സാറേ? അതിൽ 2 പേരും എൻ്റെ മക്കളാണ്. ഒരാളിപ്പോൾ പുറത്തൊരാവശ്യമായിട്ട് പോയിരിക്കുന്നു, ഒരാൾ ഡെലിവറി ജോലിയാണ് ചെയ്യുന്നത്. അപ്പം ഒരു കാര്യം ചെയ്യാം, അവരെ ഞങ്ങൾ പിന്നെ പിടിച്ചോളാം. ആദ്യം നിങ്ങൾ വാ. രാമേട്ടൻ വന്ന് പറയണം, അയ്യോ നിങ്ങളെന്താ സാറേ ഈ ബാലെന്ന് പറയുന്നത് അങ്ങനെ ഒരു മരുമക്കളെ പീഡിപ്പിക്കുന്ന ആളോ ഒന്നുമല്ല. അവളെ സ്വന്തം മോളെ പോലെ തന്നെയാണ് കൊണ്ട് നടന്നത്, പൊന്നുപോലെ. അറിയോ, എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഇനി ബാലൻ്റെ സ്വഭാവം തങ്കപ്പെട്ട സ്വഭാവമാണ്. നാട്ടുകാരോട് മൊത്തം ചോദിച്ചു നോക്കും, അപ്പോഴറിയാം. ഓ, മുതലാളി സ്നേഹം അങ്ങ് വന്നു അല്ലേ? മുതലാളിയെ വെള്ളപൂശാൻ നോക്കണ്ട, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വണ്ടിയിലോട്ട് കയറ്. ആനന്ദ് പറഞ്ഞോണ്ട് ഞങ്ങൾ വരേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ എന്തിനാണ് ഇപ്പോൾ വരണമെന്ന് പറഞ്ഞ ആനന്ദ്. അവസാനം നമ്മുടെ ബാലൻ തന്നെ പറയാണ്, ആനന്ദേ സാരമില്ല, തെറ്റ് ചെയ്തവരല്ലേ പേടിക്കണം, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ധൈര്യമായിട്ട് ഇവരുടെ കൂടെ പോവാം. അല്ല ഞങ്ങൾ വേറെ വണ്ടി വന്നാൽ പോരെ? പിന്നെ വലിയ ആഘോഷത്തിന് പോവുമല്ലേ വണ്ടിയിൽ? നിങ്ങളെ സർക്കാർ ഇവിടെ നമുക്ക് വണ്ടി തന്നിട്ടുണ്ട്, അതിൽ പോവാം. നിങ്ങളുടെ വണ്ടിയിൽ പെട്രോൾ ചിലവാക്കണ്ട കേട്ടോ, വാ അതിൽ തന്നെ പോകുന്നതാണ് നല്ലത് എന്നും പറഞ്ഞും കൊണ്ട് ഇവരെയും കൂട്ടി പോവാണ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഗോമതിയൊക്കെ കൂട്ടിക്കൊണ്ട് ഇറങ്ങുന്ന സമയത്ത് അപ്പുറത്ത് ഇന്ദിരാമ കാണുക കേട്ടോ പോലീസ് ഇവരെ കൊണ്ട് പോകുന്നത്. അവർ ഓടിക്കൊണ്ട് വരാണ്. അയ്യോ ഇതെന്ത് പറ്റി, എവിടെ കൊണ്ട് പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് നമ്മുടെ ഗോമതി പറയും, അമ്മേ ദേവിയുടെ കാര്യത്തിൽ അവർ കൊണ്ട് കേസ് കൊടുത്തു, ഞങ്ങൾ അവളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് വന്നത്. അയ്യോ എൻ്റെ പൊന്നു സാറേ, അങ്ങനെയൊന്നുമില്ല, അവളെ സ്വന്തം മോളെ പോലെ വലിയ പൊന്നു പോലെ അവളെ നോക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, നിങ്ങൾക്ക് ആൾ മാറിപ്പോയി, നിങ്ങൾക്ക് തെറ്റ് പറ്റിയതാ, ദേവി ഇത് കേസിലൊന്നും കൊടുക്കരുത്, ഈ കേസ് എടുക്കുകയും ചെയ്യരുതെന്നും പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങോട്ട് കുറേ പറയാട്ടോ. അപ്പോൾ നിങ്ങൾ ആരാന്ന് ചോദിക്കുക, ഞാൻ അമ്മയാണ്. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ അപ്പുറത്ത് കൃഷ്ണമംഗലത്താണ്. സ്വന്തം അമ്മമാർ ഏതെങ്കിലും മക്കളെക്കുറിച്ച് മോശം പറയുമോ? അവരുടെ സൈഡ് നിൽക്കുകയല്ലേ ഉള്ളൂ, അതാ നിങ്ങൾ ഇപ്പം ചെയ്യുന്നത്. ഇല്ല അങ്ങനെയല്ല, ആരും ആരുടെ സൈഡ് നിൽക്കുന്നതല്ല. ഇവിടെ ബാലനാണെങ്കിലും എല്ലാവരാണെങ്കിലും ദേവിയെ പൊന്നുപോലെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ദയവ് ചെയ്ത് എൻ്റെ മോളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയില്ല, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളുടെ മകൾ തെറ്റ് ചെയ്തോ ഇല്ലേന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ വരുമല്ലോ പരാതിക്കാർ, അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് ഇവരെല്ലാ സത്യങ്ങളും പറയട്ടെ, അവർക്ക് പറയാനുള്ളതിന് അവസരം കൊടുക്കാമല്ലോ. വീണ്ടും ഗോമതി, ഇവരെന്തൊക്കെയായി പറയുന്നത്? സാരമില്ലമ്മേ, അവർ കൊണ്ടുപോട്ടെ, നമുക്ക് അവിടെ പോയി സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് നേരെ എല്ലാവരെയും കൂട്ടി പോലീസ് നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. ഇനി നമ്മുടെ ആര്യനും ആകാശം കൂടെ ഉണ്ട്. അല്ല, മീനാക്ഷിയുടെ പേരിൽ മാത്രമാണ് കേസില്ലാത്ത കേട്ടോ. ദേവിയെ വന്ന് നോക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ഇത്തിരി സ്നേഹം ബാക്കി വെച്ചിട്ടുണ്ട്. മീനാക്ഷിയുടെ പേരിൽ കേസ് കൊടുത്തിട്ടില്ല, ബാക്കി എല്ലാവരുടെ പേരിലും കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഓരോരുത്തരെ പിടിച്ചുകൊണ്ട് പോവാണ്. എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്